നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെറുവിലെ സെൻട്രൽ തീരത്ത് ഭൂചലനം അനുഭവപ്പെട്ടു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പെറുവിലെ സെൻട്രൽ തീരത്ത് കഴിഞ്ഞ ദിവസം 7.2 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണ് ഉണ്ടായത്. ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതിക്യുബ ജില്ലയിൽ നിന്ന് 8.8 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. തുടക്കത്തിൽ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സുനാമി ഭീഷണി ഇല്ലെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ചില തീരങ്ങളിൽ 3 മീറ്റർ വരെ തിരമാലകൾ ഉണ്ടാകാമെന്നും അവർ പിന്നീട് അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഭൂകമ്പമുണ്ടായതിന് തൊട്ടു പിന്നാലെ USGS അവരുടെ പ്രാരംഭ മാഗ്നിറ്റ്യൂഡ് റേറ്റിംഗും പരിഷ്കരിച്ചു. ചില തീരങ്ങളിൽ 3 മീറ്റർ വരെ തിരമാലകൾ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഏകദേശം 33 ലക്ഷം ആളുകളാണ് പെറുവിലുള്ളത്. വർഷാവർഷം ഇത്തരത്തിൽ ഭൂചലനങ്ങൾ പ്രദേശത്ത് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇപ്പോൾ അനുഭവപ്പെട്ട ഭൂചലനം ശക്തമായിരുന്നുവെന്നും ഭൂകമ്പത്തിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. സമീപ പ്രദേശങ്ങളായ അയാകുച്ചോയിലും തലസ്ഥാനത്തും ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് AP റിപ്പോർട്ട് ചെയ്തു. ഭീഷണിയിലെന്ന് ആദ്യം പറഞ്ഞ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം പിന്നീട് ചില തീരങ്ങളിൽ 3 മീറ്റർ വരെ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. ഭൂകമ്പം പെറുവിയൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് സൃഷ്ടിച്ചതായി പെറുവിയൻ നേവിയുടെ ഹൈഡ്രോഗ്രാഫി ആൻഡ് നാവിഗേഷൻ ഡയറക്ടർ അറിയിച്ചു. പെറുവിൽ ഭൂകമ്പങ്ങൾ പതിവാണ്, കാരണം രാജ്യം സ്ഥിതി ചെയ്യുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ്. അതിനിടെ കനത്ത മഴയെ തുടർന്ന് നേപ്പാളിൽ 14 പേരാണ് മരിച്ചത്. മഴയെ തുടർന്ന് വിവിധയിടങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും അകപ്പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നേപ്പാളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മരിച്ച 14 പേരിൽ 8 പേർ മണ്ണിടിച്ചിലും 5 പേർ ഇടിമിന്നലേറ്റും ഒരാൾ വെള്ളക്കെട്ടിൽ വീണുമാണ് മരിച്ചതെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന അറിയിച്ചു. മൺസൂൺ കാലം തുടങ്ങിയതോടെയാണ് നേപ്പാളിൽ ശക്തമായ മഴ ലഭിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ 17 ദിവസത്തിനുള്ളിൽ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇടിമിന്നലേറ്റ് 13 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാളിൽ ഓരോ വർഷവും 10,000-കണക്കിന് ആളുകളെയാണ് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിക്കുന്നത്. ഇത് കാരണം ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തു നിന്ന് പലായനം ചെയ്യുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഭൂപ്രകൃതിയും മലഞ്ചെരിവുകളിലെ ആസൂത്രിതമല്ലാത്ത നഗരവൽക്കരണവും കാരണം മഴക്കാലത്ത് ഭൂരിഭാഗവും പർവ്വത പ്രദേശമായ നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ഓരോ വർഷവും 100 കണക്കിന് ആളുകളാണ് മരിക്കുന്നത്. ജൂൺ 13 ആരംഭിച്ച മഴ സെപ്റ്റംബർ 23 വരെ നീണ്ടു നിൽക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ വീണ്ടും ജീവൻ, സ്വത്ത്, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിസ്ഥിതി എന്നിവയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ വർഷം നേപ്പാളിൽ മൺസൂൺ കൃത്യസമയത്ത് എത്തിയെങ്കിലും കനത്ത മഴയെ തുടർന്നുള്ള മരണനിരക്ക് രാജ്യത്ത് ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.